എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 85, ശ്ലോകം 7 മുതൽ 15 വരെ 9 ശ്ലോകങ്ങൾ. തീർത്ഥയാത്രാ അവസരത്തില് മഹർഷിമാര് ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും ആ അസാധാരണ പ്രഭാവത്തെ പറ്റി പറഞ്ഞപ്പോ അപ്പോഴാണ് വാസുദേവർക്ക് ഈശ്വരന്മാരാണല്ലേ എന്റെ മക്കള് രണ്ടുപേരും എന്നതാ മനസ്സിലായത്. പിന്നെ ആ ഉറച്ച വിശ്വസിച്ചു ഈശ്വരന്മാരാണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് പുത്രന്മാരെ സംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്. ഈശ്വര തത്വം വിസ്തരിച്ച് വളരെ ഗഹനമായ സ്തുതി. ഈശ്വര തത്വം ശരിക്കും മനസ്സിലാക്കി വളരെ ഗഹനമായിട്ടുള്ള സ്തുതിയാണ്. ശ്ലോകം 7. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. കാന്തി തേജ പ്രഭാസത്ത ചന്ദ്രാഗ്ന്യർക്കർഷ വിദ്യുതാം യൽ സ്ഥൈര്യം ഭൂഭൃതാം ഭൂമേ വൃത്തിർഗന്ധോർത്തതോ ഭവാൻ. പ്രാണാദികള് എല്ലാം പരതന്ത്രങ്ങളാണ് എന്ന് പറഞ്ഞത് അത് ഒന്നുകൂടി വിസ്തരിച്ച് പറയാണ് 5 ശ്ലോകങ്ങളെ കൊണ്ട്. ചന്ദ്രന്റെ കാന്തി, അഗ്നിയുടെ ദാഹക ശക്തിയാകുന്ന തേജസ്, സൂര്യന്റെ പ്രകാശം, നക്ഷത്രങ്ങള്, മിന്നലുകള്, ഇവയുടെ സത്താമാത്രേണ സ്ഫുരണം, പർവ്വതാദികളുടെ സ്ഥിരത, ഭൂമിയുടെ ധാരണാശക്തി, ഗന്ധം എല്ലാം പരമാർത്ഥത്തില് ഭവാനാകുന്നു. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി എന്ന ആ ശ്രുതിയുടെ സാരാണ് ഈ പദ്യത്തില് കാണിച്ചിരിക്കുന്നത്. തർപ്പണം പ്രാണനം അപാം ദേവ ത്വം ദാശ്ച തദ്രസ ഓജസ്സഹോബലം ജ്യേഷ്ഠ ഗതിർവായോസ്തവേശ്വര. ജലത്തിന് തൃപ്തി ജനിപ്പിക്കാനും ജീവിപ്പിക്കാനുമുള്ള ശക്തിയും ജലം തന്നെയും ജലത്തിന്റെ രസവും വായുവിന്റെ ശക്തിരൂപമായ ഇന്ദ്രിയബലവും അന്തഃക്കരണ സാമർഥ്യവും ശരീര സാമർഥ്യവും വ്യാപാര സാമർഥ്യവും ഗമനാഗമന ശക്തിരൂപമായ ചേതനവും ഹേ ദേവ നിന്തിരുവടിയാകുന്നു. ദിശാം ത്വമവകാശോസി ദിശഖം സ്ഫോടാശ്രയ നാദോ വർണ്ണസ്ത്വമോങ്കാര ആകൃതീനാം പൃഥകൃതി. ഓരോ ഉപാധികൾ നിമിത്തമുള്ള സ്ഥല പരിമാണങ്ങളും ദിക്കുകളും ആകാശത്തെ ആശ്രയിച്ചിരിക്കുന്ന ശബ്ദ തന്മാത്രയും അതിന്റെ വ്യക്തരൂപമായ നാദവും പ്രണവരൂപമായ ഓങ്കാര ശബ്ദവും രൂപങ്ങളുടെ വിഭാഗങ്ങളെ വേർതിരിച്ചു ധരിക്കാൻ ഉപയോഗിക്കുന്ന അഭിധാനവും വർണ്ണം, പദം എന്നീ പേരുകളോടുകൂടിയ വൈഖരി എന്ന ശബ്ദവും നിന്തിരുവടിയാകുന്നു. ഇന്ദ്രിയം ത്വിന്ദ്രിയാണാം ത്വം ദേവാശ്ച തദനുഗ്രഹ അവബോധോ ഭവാൻ ബുദ്ധേ ജീവസ്യാനുസ്മൃതി സതി. ഇന്ദ്രിയങ്ങൾക്കുള്ള വിഷയങ്ങളെ പ്രകാശിപ്പിക്കാനുള്ള ശക്തിയും ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളും ദേവതകൾക്ക് ഇന്ദ്രിയങ്ങളെ അധിവസിക്കുന്നതിനുള്ള ശക്തിയും ജീവന് യഥാർത്ഥ സ്വരൂപത്തെ അനുസന്ധാനം ചെയ്യാനുള്ള ശക്തിരൂപമായ അനുസ്മൃതിയും നിന്തിരുവടിയാകുന്നു. ഭൂതാനാമസി ഭൂതാദി ഇന്ദ്രിയാണാം ച തൈജസ വൈകാരികോ വികൽപ്പാനാം പ്രധാനമനുശായിനാം. ആകാശാദിഭൂതങ്ങളുടെ ആദികാരണമായ താമസാഹങ്കാരവും ഇന്ദ്രിയങ്ങളുടെ ആദികാരണമായ തൈജസം എന്നുപേരായ രാജസാഹങ്കാരവും അധിദൈവം, അധ്യാത്മം, അധിഭൂതം എന്ന ഭൂതങ്ങൾക്ക് കാരണമായ വിവിധ ദേവന്മാരുടെ ആദികാരണമായ വൈകാരികം എന്ന് പറയപ്പെടുന്ന സാത്വികാഹങ്കാരവും ഇവയെ അധിവസിക്കുന്ന ജീവന്മാരുടെ സംസാര കാരണമായ പ്രധാനവും നിന്തിരുവടിയാകുന്നു. നശ്വരേഷിക ഭാവേഷു തദസി ത്വമനശ്വരം യഥാ ദ്രവ്യവികാരേഷു ദ്രവ്യമാത്രം നിരൂപിതം. നശിച്ചു പോകുന്ന സ്വഭാവത്തോടുകൂടിയ പദാർത്ഥങ്ങളിൽ നശിക്കാതെ അവശേഷിക്കുന്ന വസ്തു യാതൊന്നു നിവസിക്കുന്നുവോ അത്
നിന്തിരുവടിയാകുന്നു. ഏതുപോലെ എന്നാൽ മണ്ണ്, സ്വർണം മുതലായ ദ്രവ്യങ്ങൾ കൊണ്ടുണ്ടാക്കിയ ബഹുവിധ പാത്രങ്ങളിലും ആഭരണങ്ങളിലും നാമരൂപങ്ങളുടെ നാശത്തിനു ശേഷവും മണ്ണും സ്വർണവും എങ്ങനെ അവശേഷിക്കുന്നുവോ അതുപോലെ സത്വം രജസ്തമൈതി ഗുണാസ്തവൃത്തയശ്ചയാ ത്വയ്യർത്ഥാ ബ്രഹ്മണി പരേ യോഗമായയാ. ത്രിഗുണാത്മകമായ കാര്യരൂപം ഭഗവാനാകുന്നുവെങ്കിൽ അനശ്വരത്തെ എങ്ങനെ സാധിക്കും എന്നത് അത് വിസ്തരിച്ച് കാണിക്കുകയാണ് ഉദാഹരണ സഹിതം. സത്വം, രജസ്, തമസ് എന്ന ഗുണങ്ങളും അവയുടെ പരിണാമരൂപങ്ങളായ മഹത്വത്വാദികളും സാക്ഷാൽ പരബ്രഹ്മമായ നിന്തിരുവടിയിൽ യോഗമായയാൽ കൽപ്പിക്കപ്പെട്ടവയാകുന്നു. തസ്മാന്ന സന്ധ്യമേ ഭാവ യർഹി ത്വയി വികൽപിതാ ത്വം ചാമീഷു വികാരേഷു ഹ്യന്യദാ അവ്യാവഹാരിക. അതുകൊണ്ട് ഈ ഭാവങ്ങൾ യഥാർത്ഥത്തിലുള്ളവയല്ല. എപ്പോൾ നിന്തിരുവടിയിൽ കൽപ്പിക്കപ്പെടുന്നുവോ അപ്പോൾ മാത്രമേ ഉള്ളതുപോലെ കാണപ്പെടുന്നുള്ളൂ. തോന്നല് മാത്രം ആണ് ഈ ഭാവങ്ങളിൽ. അപ്പോൾ മാത്രം നിന്തിരുവടി കാരണരൂപേണ വർത്തിക്കുന്നു. ഭാവങ്ങളെ കൽപ്പിക്കുന്ന മനസ്സിന്റെ അഭാവത്തിൽ, അതായത് സുഷുപ്തി ലയാവസ്ഥകളിൽ നിന്തിരുവടി മാത്രം അവശേഷിക്കുന്നു. വ്യവഹാരദശയിൽ സുഖദുഃഖാദി അവസ്ഥാസഹിതനായിട്ട് കാണപ്പെടുന്നുണ്ട്. എങ്കിലും സുഖദുഃഖാദി വികല്പങ്ങളെ ചെയ്യുന്ന മനസ്സില്ലാത്തപ്പോൾ ആ സുഖദുഃഖാദി ഭാവങ്ങളും ഇല്ലാത്തത് കൊണ്ട് ആ സമയത്തും നിന്തിരുവടി ജ്ഞാനസ്വരൂപനായിരിക്കുന്നത് കൊണ്ടും ഭഗവാനെ അവിടുന്ന് മാത്രം പരമാർത്ഥ സ്വരൂപനാകുന്നു. അതാണ് അതിന്റെ അർത്ഥം. ഗുണപ്രവാഹയേതസ്മിൻ അബുധാസ്ത്വഖിലാത്മന ഗതിം സൂക്ഷ്മാം അബോധേന സംസരന്തേഹ കർമ്മഭി. ജീവന്മാരുടെ ജനന മരണ രൂപമായ സംസാരവും ആത്മാവിന്റെ സൂക്ഷ്മതത്വം അറിയാത്ത നിമിത്തം ഉണ്ടാകുന്നതാണെന്ന് കാണിക്കുകയാണ്. സത്വാദി ഗുണങ്ങളുടെ കാര്യമായി ഭവിച്ചിരിക്കുന്ന ദേഹാദി പ്രപഞ്ചത്തിൽ സർവത്ര പരിപൂർണനായിരിക്കുന്ന നിന്തിരുവടിയുടെ സൂക്ഷ്മമായ സച്ചിദാനന്ദ സ്വരൂപത്തെ വഴിപോലെ അറിയാത്തവര് ദേഹാഭിമാനത്തോടുകൂടി ചെയ്യുന്ന പുണ്യപാപകർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ദേവ, മനുഷ്യ, മൃഗ, പക്ഷ്യാദി ശരീരങ്ങൾ സ്വീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടതായി വരുന്നു. അവര് ദേവന്മാരോ മനുഷ്യരോ മൃഗങ്ങളോ പക്ഷികളോ ഒക്കെ ആയിട്ടുള്ള ശരീരങ്ങൾ സ്വീകരിച്ച് പിന്നെയും ജനിക്കേണ്ടതായിട്ട് വരുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.